ആമുഖത്തിൽ സംസാരിച്ചപ്പം സത്യ സാറ് തന്നെ പറഞ്ഞു, പലരും പറയും മാറ്റാം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും 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 ആവർത്തിക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണല്ലോ ഒരുപോലെ ആവും. നമ്മളെപ്പോഴും സിനിമയ്ക്കാണെങ്കിൽ വേണ്ടത് പുതുമയുമാണ്. എങ്ങനെയാണ് ആവർത്തിക്കുകയും പുതുമ കണ്ടെത്തുകയും ചെയ്യുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? അല്ല, അത് ഒരു സംവിധായകൻ്റെ രീതിയും എൻ്റെ അഭിരുചിയും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന സംഗീത സംവിധായകനാവുമ്പോഴാണ് നമുക്ക് ആവർത്തിക്കാൻ തോന്നുന്നത്. ക്യാമറാമാൻ വിപിൻ മോഹൻ എൻ്റെ 30ഓളം സിനിമകൾക്ക് ക്യാമറ വർക്ക് ചെയ്തു. കാര്യം ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വിഷ്വൽസാണ് വിപിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ശ്രീനിവാസനും ജോൺസനും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത്. എനിക്കത് വളരെ കംഫർട്ടബിളാണ്. കാര്യം ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ സിനിമയിൽ എന്താണ് വേണ്ടതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും അത് തന്നെ നമുക്ക് തിരിച്ചു തരികയും ചെയ്യുന്നതാണ്. അതിൽ ജോൺസന്റെ ഒരു അപാരം എടുക്കാണ്. ജോൺസന് 2-3 കാര്യങ്ങൾ വെച്ചാൽ, ഒന്ന്, നല്ല സാഹിത്യബോധമുണ്ട്. ഒരു ലിറിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാക്കുകളുടെ അർത്ഥം, അതെവിടെ നിർത്തണം, എവിടെ ബ്രേക്ക് ചെയ്യണം, അതിൻ്റെ ഇടയിൽ വല്ല വരികൾ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യും, മനസ്സിലായില്ല. അല്ലെങ്കിൽ അതുപോലത്തെ കുറച്ച് വരികൾ വേണമെന്ന് പറയും. ONV സാറിൻ്റെ അടുത്തടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ടാലൻ്റ് ഉള്ള ഒരാൾ ഒരു സിനിമയുടെ ഭാഗമാവുകയാണ്. ഒരാൾ സ്ക്രിപ്റ്റ് എഴുതുന്നു, ഒരാൾ മ്യൂസിക് ചെയ്യുന്നു, ഒരാൾ സിനിമോഗ്രാഫി ചെയ്യുന്നു. പക്ഷേ എല്ലാവരും ചെയ്യുന്നത് സിനിമയാണ്. അപ്പോൾ അത് വേറിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് ആവർത്തനം എനിക്കങ്ങനെ വിരസമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ 20 സിനിമയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പലരും എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിരുന്നു, എല്ലാ സിനിമയും ഇങ്ങനെ ജോൺസനെ ഒന്ന് മാറ്റി വെറൈറ്റി ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ജോൺസൺ ചെയ്യുമ്പോഴാണ് തൃപ്തി കൂടുതലാവുന്നത്. പക്ഷെ എന്നിട്ട് ഞാൻ ജോൺസൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടാണ് ഞാൻ ഇളയരാജയുടെ അടുത്തേക്ക് പോകുന്നത്. ആ ഒരു വാചകം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പലപ്പോഴും നമുക്ക് സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു വാചകം ജോൺസൺ എന്നോട് പറഞ്ഞു എന്നുള്ളത്. അന്ന് ജോൺസൺ വളരെ കൂടുതൽ പടം ഇല്ലാത്ത സമയമാണ്. പക്ഷേ ഇളയരാജയെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ജോൺസൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഞാൻ ഒരു പടം ഇളയരാജയെ കൊണ്ട് ചെയ്യിക്കാൻ ആലോചിക്കുന്നു, ജോൺസന് വിഷമമില്ലെങ്കിൽ മാത്രം. ജോൺസൺ പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യിക്കുക ഇളയരാജയെ കൊണ്ട്. ഇളയരാജ എന്നേക്കാൾ നല്ല മ്യൂസിക്കാരനാണ്. അത് ഒന്ന്. മറ്റൊന്ന് പറഞ്ഞു വെച്ചാൽ, എനിക്ക് വിഷമമുണ്ടോ, എനിക്ക് വേറെ കൂടുതൽ പടങ്ങളുണ്ടായിട്ടൊന്നുമില്ല. സിനിമയുള്ളത് കൊണ്ടാണ് നമ്മൾ സുഹൃത്തുക്കളായത്. ആ സൗഹൃദം നിലനിർത്താൻ സിനിമ വേണമെന്നില്ല. അങ്ങനെ പിന്നെ അതാണെങ്കിൽ പിന്നെ അത് സൗഹൃദം അല്ലല്ലോ. താൻ ധൈര്യമായിട്ട് ചെയ്യിക്കടോ. ജോൺസൺ എന്ന അനശ്വര സംഗീത സംവിധായകന്റെ ഓർമ്മകളുമായി നിരവധി സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ദേവൻ സാർ. ജോൺസൺ മാഷെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത്, ജോൺസൺ മാഷ്, ഞാൻ ഈ ചെന്നൈയിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത വീട്ടിലായിരുന്നു ജോൺസണും ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നത്. അതാണ് എൻ്റെ ഓർമ്മ ആദ്യം വരുന്നത്. അപ്പോൾ എൻ്റെ മോളെ സ്കൂളിൽ വിടാനായിട്ട് ചില ദിവസങ്ങളിൽ ഞാൻ ജോൺസൻ്റെ അന്നൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. ആ സ്കൂട്ടറിലാണ് ഞാൻ കൊണ്ടുപോവുക എൻ്റെ മോളെ അങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ വളരെയധികം, പിന്നെ നാട്ടുകാരനാണല്ലോ, ജോൺസണും ഞാനും തൃശ്ശൂർക്കാരാണ്. അപ്പോൾ എപ്പോഴും ജോൺസണും ഞാനും വളരെ അടുത്ത് ഉള്ള ആൾക്കാരാണ്. പിന്നെ ജോൺസൻ്റെ സിനിമകളിൽ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങോട്ടം എന്ന സിനിമയിൽ ഞാനും പാർവതിയും കൂടിയിട്ടുള്ളൊരു പാട്ട് സീനുണ്ട്. അതിൽ മെല്ലെ മെല്ലെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഇന്നും ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ, മീറ്റിങ്ങിലോ ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ അതിടും. ഞാൻ വരുമ്പോൾ ആ പാട്ടിടും. അതുപോലെ തന്നെ പിന്നെ സത്യൻ അന്തികാടൻ്റെ ഒരു പടത്തിൽ, ഞാൻ സത്യൻ്റെ ഒറ്റ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. പിൻഗാമിയിലെ വെണ്ണിലാവോ എന്ന് പറഞ്ഞൊരു പാട്ടാണത്. അത് ഇപ്പോഴും എന്നെ പല ആൾക്കാരും ഓർക്കുന്നത് ആ ഒരു പാട്ടിലൂടെയാണ്. ഞാനും മോഹൻലാലിൻ്റെ ചെറുപ്പത്തിലുള്ള ആ കുട്ടിയും ശാന്തകൃഷ്ണനുമായിട്ടുള്ള വളരെ സന്തോഷകരമായ ഒരു ഫ്ലാഷ് ബാക്കിൽ വരുന്നൊരു സീനാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സീൻ. അങ്ങനെ എനിക്ക് എൻ്റെ ഓർമ്മ പെട്ടെന്ന് വരുന്നത് ഈ 2 പാട്ടുകളാണ്. ഈ 2 പാട്ടുകളും ഇന്നും ജനങ്ങളുടെ മനസ്സിൽ, മലയാളിയുടെ മനസ്സിലുണ്ട്. അല്ല, ചില കഥാപാത്രങ്ങൾ, ഞാനിപ്പോൾ ഒരു സിനിമയിൽ എപ്പോഴും അതിലൊരു കേന്ദ്ര കഥാപാത്രം, ഒരു നായകൻ നന്മ ചെയ്യുക, നന്മകളെല്ലാം നായകനിലേക്ക് എത്തുക എന്നൊക്കെ പറയുമെങ്കിലും, ഞാനിപ്പോൾ നേരത്തെ പൊന്മുട്ടിയിടുന്ന താറാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് സംഗീതവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യമല്ലെങ്കിലും ഈ ഡാൻസ് സ്കൂൾ നടത്തുന്ന ടീച്ചറെ പറ്റിയൊക്കെ പറഞ്ഞ് ആ സിനിമയിൽ എവിടെയോ ഈ ഡാൻസ് സ്കൂൾ നടത്തുന്ന ടീച്ചർക്ക് ഷാരി ചെയ്യുന്ന കഥാപാത്രത്തിന് പൈസയ്ക്ക് ആവശ്യം വരുമ്പം കരമന ജനാർദ്ദനൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. ഇത് നീ ഇത്രയും നാൾ എന്ന വാടകയാണ്. ഇത്
ആ വാടക കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് കടമായിട്ട് കണക്കാക്കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു നന്മ ഈ പരസ്പരം പോകുന്ന ഇപ്പൊ ഈ പറഞ്ഞ വാക്കുകളിലൊക്കെ കാണുന്ന ഒരു വളരെ രസകരമായൊരു സൗഹൃദം അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ നല്ല സൗഹൃദങ്ങൾ ഇവര് കുറെ നാൾ ഇവര് വാടക കൊടുക്കാത്തതിനകത്തുള്ള ശത്രുക്കളും ആണ്. ഈ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ തമ്മിൽ? ആശയപരമായ പിണക്കങ്ങൾ ഉണ്ടാവണമല്ലോ. പിണക്കങ്ങൾ ആശയപരമായിട്ടും അല്ലാതെയൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അത് സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ, സൗഹൃദമുള്ളതല്ലേ പിണക്കം ഉണ്ടാവാൻ. അതായത് പിണങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സൗഹൃദത്തിന്റെ വ്യാപ്തിയാണ്. സൗഹൃദത്തിന്റെ ഒരു ശക്തിയാണ്, വ്യാപ്തിയാണ് നമുക്ക് പിണങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നുള്ളത്. ജോൺസനെ ഞാനായിട്ട് പലപ്പോഴും പിണങ്ങാറുണ്ട്, അതിനപ്പുറത്ത് കാര്യമായിട്ട് ഇണങ്ങാറുണ്ട്. ഒരിക്കൽ ഒരു റെക്കോർഡിങ് തിയേറ്ററിൽ വെച്ച് പിണങ്ങിയിട്ടുണ്ട്, വീണ്ടും ചില വീട്ടുകാരങ്ങൾ. അതിന്റെ റെക്കോർഡിങ് PV ഗംഗാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വന്ന് പ്രസാദ് 70 അപ്പം രാവിലെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് തലേദിവസം 2 ദിവസം മുമ്പ് നമ്മൾ പടം ഇട്ട് കണ്ട് എവിടേക്ക് എങ്ങനെ മ്യൂസിക് വേണമെന്നൊക്കെ ആലോചിച്ച് ഒരു റഫായിട്ടുള്ള ഐഡിയ കിട്ടിട്ട് തിയേറ്ററിൽ വന്നു കഴിഞ്ഞ ശേഷം തികച്ചും പേഴ്സണലായ ഒരു കാര്യത്തിന് ഞാനും ജോൺസൺ തമ്മിൽ ഒന്ന് പിണങ്ങി. അപ്പം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ജോൺസൺ എൻ്റെ അടുത്ത് പറഞ്ഞു, താൻ മ്യൂസിക് ശരിയാകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി, അല്ലാതെ വേറെ കാര്യങ്ങൾ ഇടപെടണ്ട എന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലം പാക്കപ്പ് ചെയ്യാം. അങ്ങനെ 9 to 9 ഉണ്ടായിരുന്ന റെക്കോർഡിങ്ങിന് വന്ന ഫുൾ ഓർക്കസ്ട്രയെ ഒരു 11 മണിയായപ്പോൾ ഞാൻ പാക്കപ്പ് ചെയ്ത് പിരിച്ചു വിട്ടു. അത് ശരിക്കും ജോൺസന് ഭയങ്കരമായ വിഷമം ഉണ്ടാക്കിയില്ല. അങ്ങനെ പുള്ളി നേരെ വീട്ടിൽ പോയി ഞാൻ വേറെ ആരെയും കൊണ്ടെങ്കിലും മ്യൂസിക് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അത്രയും സീരിയസ് ആയിട്ടുള്ള വണക്കമായിരുന്നു. പക്ഷെ വേറൊരാളെയും എൻ്റെ മനസ്സിൽ വരുന്നില്ല, പ്രത്യേകിച്ചും ആ സിനിമ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസമായ സമയത്ത് ഞാൻ സേതു മണ്ണാർക്കാരനെ ജോൺസന്റെ വീട്ടിലേക്ക് വിട്ടു. പുള്ളിയാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. അപ്പോൾ റാണി പറഞ്ഞു, ജോൺസന്റെ വൈഫ് പറഞ്ഞു, അന്ന് തിയേറ്ററിൽ നിന്ന് എന്നിട്ട് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന് പറഞ്ഞു പുള്ളി. അപ്പോൾ പുള്ളിക്കും പ്രയാസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സത്യേട്ടൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, ചെല്ലാൻ പറഞ്ഞു. അപ്പം ജോൺസൺ സേതുവിൻ്റെ അടുത്ത് പറഞ്ഞത്, അന്നത്തെ വഴക്കിനെ പറ്റിയിട്ട് സത്യനോ രക്ഷവനോട് മിണ്ടരുത് എന്ന് പറഞ്ഞു. പോളണ്ടിനെ കുറിച്ച് വേറെ എല്ലാ മിണ്ടില്ല. അന്ന് നേരെ വന്നു, കനം പിടിച്ച മുഖത്തോടു കൂടി എൻ്റെ അടുത്തിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിനെ കരയിപ്പിച്ച ഒരു സന്ദർഭമാണ് അപ്പം ഉണ്ടായത് ആ റീലിൽ. അതായത് ഷൂട്ട് ചെയ്യുമ്പോൾ അന്നൊന്നും മോണിറ്ററൊന്നും ഇല്ലല്ലോ, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡ്രീം സീക്വൻസ് ഉണ്ട്. അതായത് വീണ്ടും ചില വീട്ടുകാരങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാമോ, സംയുക്ത വർമ്മയുടെ വീട്ടിലേക്ക് ജയറാം വരുന്ന ഒരു ഡ്രീം, ഒരു നാടക നെടുമുടി വീണു ഞാൻ ദൂരെ പോയിട്ട് മുട്ട മേടിച്ചു വരാന്നൊക്കെ വന്നിട്ട് പോയി കഴിഞ്ഞ് ഇവർ രണ്ടുപേരും തനിച്ചാക്കിയിട്ട് ഡ്രമാറ്റിക് ആയിട്ട് ഇവർ രണ്ടുപേരും ദൂരത്തേക്ക് നടന്നു പോകും. അപ്പം ഞാനത് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് ഒരു അമ്പിളി ചന്ദ്രനെയൊക്കെ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിലേക്ക് ഒരു ഇവൻ നടനാണല്ലോ. അപ്പോൾ ഒരു നാടകീയമായിട്ടുള്ള ഒരു ഇതിൽ ഞാൻ വിപിൻ മോഹൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ലെങ്തി ട്രോളിയിട്ടേക്ക് ഇവർ രണ്ടുപേരും നടന്നു പോകുമ്പോൾ നമുക്ക് പഴയ KPSC നാടകത്തിലെ മറ്റേ ഏതെങ്കിലും ഒരു നാടകഗാനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജോൺസനെ കൊണ്ട് പാടിപ്പിക്കാം, മ്യൂസിക് പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ വിപിൻ അതുപോലെ തന്നെ കൊണ്ട് ആക്കി. അത് കഴിഞ്ഞ് വേറെ കുറേ ദിവസങ്ങൾ വേറെ സീൻ ഷൂട്ട് ചെയ്ത് ഈ വിവരം ഞാൻ മറന്നുപോയി. ഇത് ഞാൻ ജോൺസൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. ഈ പിണങ്ങിയതിന് ശേഷം തിരിച്ചു വന്നു കഴിഞ്ഞിട്ടപ്പോൾ ഈ റീലാണ് വന്നത്. ഈ റീല് വന്ന് ആ ഷോട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ജോൺസൺ എന്നോട് പറയാണ്, മാഷേ നമുക്ക് ഇവർ പോകുന്ന ഈ ഡ്രമാറ്റിക് മൂമെൻറ്റ്സിലെ KPSC ഏതെങ്കിലും നാടകത്തിലെ പാട്ടിലെ ഒരു മ്യൂസിക് കിട്ടാലോ, വെള്ളാരം കുന്നിലെ എന്ന് പറഞ്ഞിട്ട്. അത് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ട് അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഷോട്ട് എടുത്തത്. അത് ജോൺസൺ അറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതൊരു സംവിധായകൻ്റെ മനസ്സ്, ഒരു സംഗീത സംവിധാനം തിരിച്ചറിയാന്നുള്ളത് ഞാൻ നേരെ കെട്ടിപ്പിടിച്ചു കൊണ്ടിനെ. അതോടുകൂടി ആ വഴക്ക് തീർന്നു. മാഷെന്നാണ് വിളിക്കുന്നത് അല്ലേ? മാഷെന്നാ പരസ്പരം വിളിക്കുന്നത്.